എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. ഇന്ന് മെലാസ്മ അല്ലെങ്കിൽ കരിമംഗലത്തെ പറ്റിയാണ് പറയുന്നത്. അതൊരു തരം ഹൈപ്പർ പിഗ്മെൻറ്റേഷനാണ്. അത് കൂടുതലായിട്ടും കാണുന്നത് നമ്മളുടെ മുഖത്തെ രണ്ട് കവിളുകളിലോ അല്ലെങ്കിൽ നെറ്റി, മൂക്കിൻ്റെ അവിടെ, അല്ലെങ്കിൽ നെക്കിൻ്റെ അവിടെയൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളാണ് ഇത് കൂടുതലായിട്ടും കാണുന്നത്. മെലാസ്മ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് PCOD അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരാം. അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് ലേഡീസിൽ ഇത് കാണാറുണ്ട്. പക്ഷെ അത് ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെ അത് മാറുകയും ചെയ്യും. അടുത്തതായിട്ട് എന്തെങ്കിലും ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, സ്ട്രെസ് അങ്ങനെയുള്ളവർക്ക്, ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്കും കണ്ടുവരാറുണ്ട്. പിന്നെ വിറ്റമിൻ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് ഇത് കണ്ടുവരാറുണ്ട്. പിന്നെ സൂര്യപ്രകാശം ഒരുപാട് ഏൽക്കുന്നവരിലും മെലാസ്മ കണ്ടുവരാറുണ്ട്. പിന്നെ ഗർഭനിരോധന ഗുളികകൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് മെലാസ്മ വരാറുണ്ട്. ഇനിയും മെലാസ്മ വന്നാൽ നമ്മൾക്ക് എങ്ങനെ അതിനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് മെലാസ്മ വന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് കറക്റ്റായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുപിടിച്ചതിന് ശേഷം മെലാസ്മയാണോ എന്ന് ഉറപ്പ് വരുത്തുക. അത് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യാൻ പറ്റും. അതായത് ഡെർമോസ്കോപ്പി പോലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ട് മെലാസ്മയാണോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ആദ്യം തന്നെ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കണ്ടുപിടിച്ച് അതിനെ മാറ്റിയെടുക്കുക, അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫേസ് പാക്ക് പോലുള്ള കാര്യങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. അപ്പോൾ ഫേസ് പാക്ക് നമുക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനു മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെലാസ്മ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർ ഫേസ് പാക്ക് ഇട്ടിട്ട് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1-2 ആഴ്ച കൊണ്ട് പിഗ്മെൻറ്റേഷൻ മങ്ങി തുടങ്ങും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും. പക്ഷെ അങ്ങനൊരു എക്സ്പെക്റ്റേഷൻ നമ്മൾ വെക്കാതെ 1 മാസം എങ്കിലും സമയം കൊടുക്കുക ഫേസ് പാക്ക് ഇട്ടിട്ട് ഇത് കുറയാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് മടുപ്പാവുകയും അല്ലെങ്കിൽ നമ്മൾ നിർത്തി വെക്കുകയും അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയും, അങ്ങനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാതെ നമ്മുടെ ഈ മെലാസ്മ കൂടുകയല്ലാതെ നമുക്ക് വലിയൊരു ഫലം അതുമൂലം ലഭിക്കുകയില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, എന്ത് ഫേസ് പാക്ക് ഇട്ടാലും അതൊരു 1 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇടുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പിഗ്മെൻറ്റേഷൻ കുറഞ്ഞതായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷനാണ് ഈ മെലാസ്മ എന്ന് പറയുന്നത്. പെട്ടെന്ന് മാറുന്ന ഒരു സ്കിൻ കണ്ടീഷനല്ല. അപ്പോൾ ഫേസ് പാക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു ഫേസ് പാക്ക് പറയുമ്പോൾ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻറ്റും കാണും, ഒരു വെറ്റ് ഇൻഗ്രീഡിയൻറ്റും കാണും. അപ്പം വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പറയുന്നത് പാല്, തൈര്, റോസ് വാട്ടർ അല്ലെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് അതൊക്കെയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു ഫേസ് പാക്ക് ഒരു വീഡിയോയിലൂടെ കോമൺ ആയിട്ട് പറയുമ്പം അത് ഒരാൾക്ക് ചിലപ്പം പറ്റുമായിരിക്കും, മറ്റേ ആൾക്ക് ചിലപ്പം പറ്റില്ലായിരിക്കും. അതായത് ഓയിലി സ്കിന്നുകാർക്ക് മിക്കവർക്കും പാലത്ര പറ്റില്ല. പാലിട്ടാൽ പെട്ടെന്ന് തന്നെ കുരുക്കൾ വരും. ചിലർക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ പോലും, നോർമൽ സ്കിൻ ഉള്ളവരാണെങ്കിൽ പോലും പാലിനോട് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം ചിലർക്ക് തൈരായിരിക്കും അലർജി. അപ്പം നമ്മൾക്ക് എന്താണോ ആപ്റ്റായിട്ടുള്ളതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതായിരിക്കണം ചൂസ് ചെയ്യേണ്ടത് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഫേസ് പാക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ക്യാരറ്റ് ജ്യൂസും അലോവേറയുമാണ്. അല്ലെങ്കിൽ ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം എടുത്ത് അലോവേറയോടുകൂടെ മിക്സിയിലിട്ട് അരച്ച് പേസ്റ്റ് പോലാക്കി ഫേസ് പാക്കായിട്ട് ഇടാവുന്നതാണ്. അത് നമുക്കൊരു 25 മിനിറ്റോളം ചെയ്യാവുന്നതാണ്. നമുക്ക് ദിവസവും ചെയ്യാവുന്നൊരു ഫേസ് പാക്ക് തന്നെയാണ്. അടുത്തതാണ് ഇരട്ടിമധുരം അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. ഇരട്ടിമധുരം പൊടിച്ചിട്ട് അതിൻ്റെ പൊടിയും പിന്നെ പാലോ അല്ലെങ്കിൽ തൈരോ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് ഇടാം. അടുത്തത് മഞ്ചിഷ്ടയാണ്, അതായത് മഞ്ചട്ടി എന്ന് പറയും. അതും അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ പൊടിയും കുക്കുംബർ ജ്യൂസും, അത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളൊരു ഫേസ് പാക്കാണ്. അത് കുക്കുംബർ ജ്യൂസിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസ് പാക്കായിട്ട് ഇടാം. അത് 25 മിനിറ്റിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാവുന്നതാണ്. അടുത്തത് ജീരകമാണ്, അതായത് പെരിഞ്ജീരകം, കരിഞ്ജീരകം, പിന്നെ ചെറിയ ജീരകം. ഇത് 3 നമുക്ക് ഈക്വലായിട്ട് എടുത്ത് പൊടിച്ച് ഒരു കണ്ടെയ്നറിനകത്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യാനുസരണം ഓരോ ദിവസവും നമുക്ക് ഫേസ് പാക്കായിട്ട് അത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് കുറുന്തോട്ടിയുടെ ഇലയും ഇരട്ടി മധുരവും മഞ്ഞളും, ഇത് 3 അരച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കി നമുക്ക് ഫേസ് പാക്കായിട്ട് ഇടാം. അത് അത്ര ഡ്രൈ ആയിട്ടായിരിക്കുന്നെങ്കിൽ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് പാലോ തൈരോ ചേർത്ത് ഫേസ് പാക്കായിട്ട് ഇട്ട് 25 മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. അടുത്തത് കടുക് പൊടിച്ചത്, രക്തചന്ദനം, പിന്നെ ഇരട്ടി മധുരം. ഇത് 3 നമുക്ക് ഫേസ് പാക്കായിട്ട് ഇടുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മഞ്ഞളും തൈരും മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് പുരട്ടി ഉണങ്ങിയതിന് ശേഷം വളരെ മൃദുവായിട്ട് അത് റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം ചെറു ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നതും വളരെയധികം നല്ലതാണ്.
പിന്നെ നമുക്ക് ഡ്രൈ സ്കിന്നോ നോർമൽ സ്കിന്നോകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തൈലമാണ് കുങ്കുമാതി തൈലം. കുങ്കുമാതി തൈലം അല്ലെങ്കിൽ കനക തൈലം അല്ലെങ്കിൽ മഞ്ചിഷ്ടാതി തൈലം, ഇതേതേലും ഒന്ന് നമുക്ക് 1-2 ഡ്രോപ്പ് കിടക്കുന്നതിന് മുമ്പ് ഫേസിൽ തേച്ച് ഒരു 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. അത് നമുക്ക് ഓയിലി സ്കിന്നുകാർ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. ഇനി അടുത്തൊരു ഫേസ് പാക്ക് പറയുകയാണെങ്കിൽ കുങ്കുമാതി തൈലം 2 ഡ്രോപ്പ്, അലോവേറയുടെ ജെല്ല്, പിന്നെ മഞ്ഞൾ, ഇത് മൂന്നൂടെ മിക്സ് ചെയ്തിട്ട് ഡ്രൈ സ്കിന്നുകാർക്ക് തേക്കുന്നത് നല്ലതാണ്. അപ്പം രണ്ടാമത് ഓയിലി സ്കിന്നുകാർക്ക് കുങ്കുമാതി തൈലത്തിന് പകരം തൈര് ചേർത്ത് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്ത് 25 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നത് നല്ലതാണ്. അപ്പം ഇതിലേതെങ്കിലും ഒരു ഫേസ് പാക്ക്, 1 അല്ലെങ്കിൽ 2 ഫേസ് പാക്ക് നിങ്ങൾക്ക് ഒരു മാസത്തോളം ഉപയോഗിച്ച് അതിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.